ജീവിതത്തിൽ സന്തോഷം നേടാൻ വലിയ കാര്യങ്ങൾ വേണമെന്നൊരു തെറ്റിദ്ധാരണ നമ്മളിൽ പലർക്കുമുണ്ട്. വലിയ വീട്, വലിയ കാറ്, വലിയ പദവി, വലിയ വിജയം ഇവയാണ് സന്തോഷത്തിൻ്റെ ഉറവിടം എന്ന് കരുതുന്നു. എന്നാൽ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് സന്തോഷമെന്നും ചെറിയ കാര്യങ്ങളിലും അടങ്ങിയിരിക്കുന്നുണ്ട്. പൂ വിരിയുന്നത്, രാവിലെ പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നത്, മഴത്തുള്ളി വീഴുന്ന ശബ്ദം, നമ്മോട് ആരൊക്കെയോ പറയുന്ന നല്ല വാക്കുകൾ, ഇതെല്ലാം ചേർന്നാണ് ജീവിതം മനോഹരമാകുന്നത്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹാപ്പിനെസ്. സന്തോഷമെന്നും പുറമേ നിന്നാണ് കിട്ടുന്നത് എന്ന് നമ്മൾ കരുതുന്നു. ഒരു നല്ല ജോലി കിട്ടിയാൽ സന്തോഷം, വലിയ വീടുണ്ടെങ്കിൽ സന്തോഷം, സമൂഹത്തിൽ വലിയ പേര് കിട്ടിയാൽ സന്തോഷം. എന്നാൽ ഇതെല്ലാം നേടിക്കഴിഞ്ഞാലും മനുഷ്യൻ വീണ്ടും അതിനപ്പുറം എന്തെങ്കിലും തേടിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും സമ്പന്നരും ഏറ്റവും വിജയികളുമായ ആളുകൾക്കിടയിൽ ദുഃഖം നിറഞ്ഞവരെ കാണാറുണ്ട്. കാരണം അവർ സന്തോഷത്തെ തെറ്റായ സ്ഥലത്ത് അന്വേഷിക്കുന്നു. ഒരു കുട്ടിയെ നോക്കൂ, അവന് വലിയ വസ്തുക്കളൊന്നുമില്ലെങ്കിലും ചെറിയൊരു കളിപ്പാട്ടം കിട്ടിയാലോ, അമ്മ നൽകുന്ന ഒരു മധുര പലഹാരം കിട്ടിയാലോ അവൻ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള കുട്ടിയാണ്. നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മൾ വലിയ കാര്യങ്ങൾ മാത്രം തേടുന്നു. അതുകൊണ്ട് ചെറിയ അനുഗ്രഹങ്ങൾ നമ്മൾ കാണാതെ പോകുന്നു. അതാണ് സന്തോഷം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിൻ്റെ പ്രധാന കാരണം. പവർ ഓഫ് സ്മോൾ തിങ്സ്. ഒരു പൂ വിരിയുന്നത് പോലും നമ്മുടെ മനസ്സിന് എത്ര സമാധാനം നൽകുന്നുവെന്ന് നോക്കൂ. നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മഴയെ തുടർന്ന് ഭൂമി തണുക്കുന്നത്, മണ്ണിൻ്റെ മണം, വൃക്ഷങ്ങളുടെ പുതുമ, അതൊന്നും വാങ്ങാനാവാത്ത സന്തോഷമാണ്. ചെറിയ കാര്യങ്ങൾ മനസ്സിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. രാവിലെ ഒരു പുഞ്ചിരിയോടെ ദിവസം തുടങ്ങുക. ഒരാളെ കാണുമ്പോൾ സ്നേഹത്തോടെ അഭിവാദ്യം പറയുക. അമ്മയുണ്ടാക്കിയ ഭക്ഷണം നന്ദിയോടെ കഴിക്കുക. ഇവ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ജീവിതത്തിൽ വലിയ അർത്ഥം നൽകുന്നു. സന്തോഷം വലിയൊരു സംഭവമല്ല, അത് ദിവസവും ആവർത്തിക്കുന്ന ചെറിയ അനുഭവങ്ങളുടെ കൂട്ടായ്മയാണ്. ഫൈൻഡ് ഹാപ്പിനെസ് ത്രൂ എക്സ്പീരിയൻസസ്. അനുഭവങ്ങളിലൂടെ സന്തോഷം കണ്ടെത്തൽ. പണം കൊണ്ട് വാങ്ങാനാവാത്ത സന്തോഷങ്ങളാണ് ഏറ്റവും വിലപ്പെട്ടത്. ഓർക്കുക, നിങ്ങളൊരിക്കൽ സുഹൃത്തുക്കളുമായി ഇരുന്ന് കഥ പറഞ്ഞപ്പോൾ വയറുവേദനിക്കുന്നത്ര ചിരിച്ചത്, അതെത്ര വലിയൊരു സന്തോഷമായിരുന്നു. വീട്ടിലുള്ള ഒരു കുഞ്ഞ് നിങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ ലഭിക്കുന്ന സ്നേഹം, അത് കോടികൾ കൊടുത്തും കിട്ടാൻ കഴിയാത്തതാണ്. വീട്ടിലെ മുതിർന്നവർ പറയുന്ന ചെറിയ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ആത്മസന്തോഷം, അത് ജീവിതത്തെ സമ്പന്നമാക്കുന്ന ഒരു അനുഗ്രഹമാണ്. ജീവിതമെന്നും വലിയ വിജയങ്ങളിലല്ല, അനുഭവങ്ങളിലാണ് സന്തോഷം ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ അനുഭവത്തെയും ആദരിക്കുക. ഫൈൻഡ് ഹാപ്പിനെസ് ഓൺ നേച്ചർ. പ്രകൃതിയിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്നത്. നമ്മൾ പലപ്പോഴും പ്രകൃതിയെ മറന്നു പോകാറുണ്ട്. എന്നാൽ നമ്മളെ ഏറ്റവും എളുപ്പത്തിൽ സന്തോഷിപ്പിക്കാൻ കഴിയുന്നത് പ്രകൃതിക്കാണ്. നിങ്ങൾ ഒരിക്കൽ പ്രഭാതത്തിൽ പുറത്തുപോയി നോക്കൂ. മഞ്ഞുതുള്ളികൾ കൊണ്ട് മിന്നുന്ന പുല്ലുകൾ, പൂവിലിരിക്കുന്ന ചിത്രശലഭം, കാറ്റിലാടുന്ന ഇലകൾ, ഇതെല്ലാം കണ്ടാൽ മനസ്സ് ശാന്തമാകാതെ ഇരിക്കില്ല. പൂവ് വിരിയുന്നത്, അതിൻ്റെ നിറവും സൗന്ദര്യവും നമ്മെ പഠിപ്പിക്കുന്നത് സന്തോഷം അതിൻ്റെ സ്വാഭാവികതയിലാണ്. ഒന്നും നാടകീയമല്ല, ഒന്നും കൃത്രിമമല്ല. പ്രകൃതി എല്ലാം ലളിതമായ രീതിയിൽ കാണിക്കുന്നു, പക്ഷേ അത്രമേൽ മനോഹരമായി. നമ്മൾ പ്രകൃതിയോടൊത്ത് സമയം ചിലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആശ്വാസം കണ്ടെത്തുന്നു. അതുകൊണ്ട് ചെറിയൊരു നടപ്പ് പോലും പ്രകൃതിയിലേക്കുള്ള യാത്രയാക്കുക. അതിൽ നിന്നാണ് സന്തോഷം വളരുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഹാപ്പിനെസ്. നന്ദിയും സന്തോഷവും. സന്തോഷം നേടാനുള്ള ഏറ്റവും ലളിതമായ മാർഗം നന്ദി പറയലാണ്. നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്നതിനെക്കുറിച്ച് നന്ദി പറയാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ ആരോഗ്യത്തിന് നന്ദി പറയുക, നമ്മുടെ കുടുംബത്തിന് നന്ദി പറയുക, ഇന്നത്തെ ദിവസത്തിന് നന്ദി പറയുക. നന്ദി പറയുന്നവർക്ക് കുറവുകൾ കാണുന്നതിന് പകരം അനുഗ്രഹങ്ങൾ കാണാൻ കഴിയും. അതാണ് സന്തോഷത്തെ നിലനിർത്തുന്ന ശക്തി. ഒരു ദിവസം അവസാനിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് കിട്ടിയ ചെറിയ സന്തോഷങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് സ്വയം ചോദിച്ചു നോക്കൂ. അത് എഴുതി വയ്ക്കുക. അത് ഗ്രാജ്വലി നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ സന്തോഷവാനാക്കും. ജീവിതം വളരെ ചെറുതാണ്. വലിയ കാര്യങ്ങൾ കാത്തിരിക്കുമ്പോൾ ചെറിയ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. സന്തോഷം വലിയൊരു സമ്മാനമല്ല, അത് ദിവസവും നമ്മെ തേടിയെത്തുന്ന ചെറിയൊരു അനുഭവമാണ്. ഒരു പുഞ്ചിരി, ഒരു നല്ല വാക്ക്, ഒരു പൂ വിരിയുന്നത്, ഒരു ചായക്കപ്പ്, ഒരു സുഹൃത്തിൻ്റെ സ്നേഹം, ഇവയാണ് ജീവിതത്തെ സുന്ദരമാക്കുന്നത്. അതിനാൽ ഇനി മുതൽ സന്തോഷം വലിയ കാര്യങ്ങളിൽ മാത്രം തേടേണ്ട. ഓരോ ദിവസവും ചെറിയ കാര്യങ്ങളെ ശ്രദ്ധിക്കുക, അവയിൽ നിന്ന് സന്തോഷം കണ്ടെത്തുക. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് ഹാപ്പിനെസ് കണ്ടെത്തിയിട്ടുള്ളതെന്ന് പറയാം. ഞാനൊരു കുറേ നാളുകൾക്ക് മുന്നൊക്കെ എനിക്ക് ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം എനിക്ക് ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ചെറിയ പ്രായം തൊട്ടേ എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയായിരുന്നു. അത് പിന്നെ ഒരു ടീനേജ് ടൈമൊക്കെ ആയപ്പോഴേക്കും അത് കുറച്ചും കൂടെ കൂടി. അതായത് ഞാൻ എന്നിൽ തന്നെ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരാളായിരുന്നു. അതായത് എൻ്റെ ഹെയർ എന്താണ് ഇങ്ങനെ സ്ട്രെയിറ്റ് അല്ലാത്തത്,
ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണ്, നല്ല അപ്പിയറൻസ് ഒക്കെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ഞാൻ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കളർ എന്താണ് ഇങ്ങനെ, എൻ്റെ മൂക്ക് എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് പുരുകം ഇല്ലല്ലോ, അങ്ങനെയാണ്, എൻ്റെ കണ്ണ് വളരെ ചെറുതാണ്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും എൻ്റെ ഒരു ലുക്കിലൊക്കെ ആണെങ്കിൽ ഞാൻ ഭയങ്കര ഒരു അൺകോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെ പിന്നീട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എനിക്കിങ്ങനെ എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ കാര്യമേ ഇല്ല, എല്ലാത്തിലും എനിക്ക് അങ്ങ് കംപ്ലയിൻറ്റ്സ് ആയിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞു. നമ്മൾ പറയില്ലേ, നമ്മളിങ്ങനെ ഓരോരോ പ്രായം കടക്കും തോറും നമ്മൾ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ ഞാൻ ആ ഒരു മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്ന സമയത്താണെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലല്ലോ. ഞാൻ ഭൂമിയിലേക്ക് വന്ന സമയത്ത് എനിക്ക് ചുറ്റും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ അവരാരും തന്നെ എന്നെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു കാര്യങ്ങളിലും ഒരു കാര്യങ്ങളും ഇല്ല. അപ്പം ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയാണ്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായതാണ്, നമ്മൾ ഭൂമിയിലേക്ക് വന്നത് ഒറ്റയ്ക്കാണ്, നമ്മൾ തിരിച്ചു പോകുന്നത് ഒറ്റയ്ക്കാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, നമ്മളെ കെയർ ചെയ്ത് എപ്പോഴും ആൾക്കാരുണ്ടാവണമെന്നില്ല. അപ്പം നമ്മളെന്താ ചെയ്യുക, നമ്മൾ ആ ഒരു ഉള്ള ജീവിതം, അതായത് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, നമ്മൾ എപ്പോൾ മരിക്കുമെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ആ ഉള്ള ജീവിതത്തിൽ നമ്മൾ ഉള്ള കാര്യങ്ങളിൽ നമുക്ക് എന്താണോ ഉള്ള അനുഗ്രഹങ്ങൾ എന്താണോ നമുക്കുള്ളത്, അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി പോവുക എന്നുള്ളതാണ്. നമുക്ക് ഒത്തിരി ബിറ്റർ എക്സ്പീരിയൻസസ് നമ്മുടെ ലൈഫിലുണ്ടാവും, പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നെല്ലാം ലേൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ പിന്നെ അതിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇതിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യുകയാണ്. നമുക്ക് ഫെയിലിയേഴ്സ് വരും, നമ്മളിപ്പോൾ ഒരു എക്സാമിലൊക്കെ ഫെയിലാവുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പല കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫെയിലാവുന്നു. നമ്മൾ എപ്പോഴും അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ അതിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്ത് വീണ്ടും നമ്മൾ ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ എന്താ പറയുക, നമുക്ക് പറ്റി, വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നമ്മളൊരു സ്റ്റെപ്പ് എടുത്തു വെച്ചു, അതിലും നമ്മൾ സന്തോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് എന്താ പറയുക, ഫെയിലിയേഴ്സ് ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങനെയാണ് എനിക്ക് വലിയൊരു കാര്യം നേടാൻ പറ്റിയില്ല എന്നുള്ളത് ഓർത്തല്ല നമ്മൾ ഇരിക്കേണ്ടത്. നമ്മൾ ആ ഒരു ചെറിയ കാര്യങ്ങൾ, നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ചെറിയ മൂവ്മെൻറ്റ്, അതിൽ നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു കുറേയൊക്കെ സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, എനിക്ക് പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ചെറിയ പ്രായം തൊട്ടേ എൻ്റെ ലുക്കിലൊക്കെ തന്നെ ഞാൻ ഭയങ്കര അൺകോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർ ഇപ്പോൾ ഒരു പഠിത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ കമ്പയർ ചെയ്യുമായിരുന്നു. കാരണം ഞാൻ കുറേ വർക്ക് ചെയ്തിട്ട് എനിക്ക് അത്ര നല്ലൊരു കാര്യങ്ങളൊന്നും എനിക്ക് നേടാനായിട്ട് പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ കാരണം എനിക്കതൊന്നും ക്ലിയർ ചെയ്യാനായിട്ട് പറ്റിയില്ല, ഭയങ്കര ഞാൻ ഒട്ടും സ്മാർട്ടല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഇതിലൊന്നും ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഇന്ന് നമ്മൾ ഈ കമ്പാരിസൺ നിർത്തുന്നു, അന്ന് നമുക്ക് സാറ്റിസ്ഫാക്ഷനും കിട്ടും, ഹാപ്പിനെസ്സും കിട്ടും. അതുപോലെ തന്നെ നമ്മൾക്ക് ഒത്തിരി വിഷമം വരുന്ന സമയത്തൊക്കെ നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ആൾക്കാർ കിടക്കാൻ സ്ഥലമില്ലാതെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുന്നതും, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മളൊക്കെ എന്തുമാത്രം അനുഗ്രഹീതരാണ് എന്നുള്ളത്. ഞാൻ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയൊരു മൂടിയായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു ഗാർഡനിലൂടെ ഒന്ന് നടക്കാറുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കാറുണ്ട്, അങ്ങനെയൊക്കെ എനിക്കൊരു ഹാപ്പിനെസ് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയല്ല വേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ സന്തോഷകരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.